ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2 വർഷത്തിന് മുന്നേ മഹീന്ദ്ര അവരുടെ ഗ്ലോബൽ പിക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ഇവിടെ മാത്രമല്ല വേറെ പല സ്ഥലങ്ങളിലും ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിലുണ്ടായിരുന്നു, പിന്നെ സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്നു, അതുപോലെ ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു. അങ്ങനെ പല മാർക്കറ്റ്സിലും അവർക്ക് ഈ വണ്ടി ഇറക്കാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഗ്ലോബൽ പിക്കപ്പ് എന്നുള്ളൊരു പേര് അതിന് വന്നത്. ആൻഡ് ഇവിടെയും ഇതിന് ഇഷ്ടംപോലെ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞൊരു 1.5-2 വർഷത്തിനുള്ളിലായിട്ട് തന്നെ ഇവർ ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മളെല്ലാവരും ആലോചിച്ചാണ് ഇത്രയൊക്കെ കാലം ടെസ്റ്റ് ചെയ്തിട്ടും ഇവരെന്തുകൊണ്ടാണ് ഈ വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്യാത്തത്, ഇത്രയും ഡിലേ എന്തിനാണ്, ഇനിയിപ്പോൾ ഇവിടെ പിക്കപ്പിന് അത്ര പോപ്പുലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഏതായാലും ഫൈനലി ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് ലോഞ്ച് ആണോ അത് ജസ്റ്റ് റിവീൽ ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും ഈ വണ്ടി തന്നെയാണ് അവർ ഈ വരുന്ന ഓഗസ്റ്റ് 14 കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ടീസറാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് പുതിയ ഹൈലക്സ് ഇറങ്ങിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 36.6 ലാക്സിനടുത്താണ് എക്സ്ഷോറൂം പ്രൈസിന് ടോപ്പ് എൻഡിന് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഓട്ടോ AC പോലും കിട്ടുന്നില്ല. ടൊയോട്ടോ ഒരുപാട് ഫീച്ചേഴ്സ് എടുത്ത് കളയുകയും ചെയ്തു. ആകെ നമുക്കൊരു 2.8 ഡീസൽ ഓട്ടോമാറ്റിക് പിക്കട്ടറൊക്കെ ആ പ്രൈസിൽ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ഈ വണ്ടിയും നമുക്ക് 2.2 ഡീസൽ എഞ്ചിൻ വെച്ച് തന്നെയാണ് കിട്ടുന്നത്. ഓട്ടോമാറ്റിക് എന്തായാലും ഉണ്ടാവും. ആൻഡ് ഇതിൻ്റെ ടീസർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ്, അതുപോലെ എക്സ്റ്റീരിയർ ലുക്ക് എങ്ങനെയായിരിക്കും, ഇൻറ്റീരിയറിൻ്റെ കുറച്ച് സാധനങ്ങൾ എങ്ങനെയായിരിക്കും, അതുപോലെ ബാക്കി ഇൻസേർട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈ വണ്ടിയുടെ വരവോട് കൂടി നമുക്കൊരു കമേഴ്ഷ്യൽ അല്ലാതെ ഒരു പ്രൈവറ്റ് ബയറിന് വാങ്ങാൻ പറ്റിയ ഏറ്റവും അഫോർഡബിൾ പിക്കപ്പ് ട്രക്ക് മിക്കവാറും ഇത് തന്നെയായിരിക്കും. കാരണം ഇപ്പോൾ നിലവിലുള്ളത് ഇസുസുവിൻ്റെ V-Cross D-Max V-Crossും അതുപോലെ ഹൈലക്സും ആണ്. പിന്നെ ബൊലേറോയുടെ പിക്കപ്പ് ട്രക്ക് ഉണ്ട്, പക്ഷേ അത് ഒരു കമേഴ്ഷ്യൽ യൂസിന് വേണ്ടി മാത്രമാണ് മഹീന്ദ്രയും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രൈവറ്റ് ബയേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഈ വണ്ടി അങ്ങനെയല്ല. അവരിപ്പോൾ കോൺസെപ്റ്റ് അന്ന് കാണിച്ച 2 വർഷം മുന്നേ കാണിച്ച വണ്ടിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈനിലാണ് ഇത് ഇരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ആക്സസറൈസ്ഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മറ്റേ റൂഫ് റാക്ക്, പിന്നെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് പോകില്ല എന്നുള്ളത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ സ്പെക്ക് ഞാൻ ടീസറിൻ്റെ ഇമേജ് കുറച്ച് ക്ലോസപ്പ് ആയിട്ട് പിന്നെ കാണിച്ചു തരാം. അതിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. ഓൾമോസ്റ്റ് ഈ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് അവർ ഫൈനൽ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വന്നപ്പോഴും കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളിൽ വന്നിട്ടില്ല. പിന്നെ ഇതൊരു പിക്കപ്പ് ആയതുകൊണ്ട് ഏകദേശം ഒരു 5 മീറ്ററിന് അടുത്തെങ്കിലും ഇതിന് ലെങ്ത് ഉണ്ടാവും. യൂഷ്വലി പിക്കപ്സ് എല്ലാം നമ്മുടെ അതിൻ്റെ SUV കൗണ്ടർ പാർട്സ് വെച്ച് നോക്കുമ്പോഴേക്കും ലെങ്ത് കൂടുതലായിരിക്കും. കാരണം അതിൻ്റെ ലോഡിംഗ് ബെഡ് വരുന്നത് അത്യാവശ്യം നല്ല നീളമുള്ള സംഭവമാണ്. പിന്നെ ഇത് നമുക്ക് ഡ്യുവൽ ക്യാബ് പിക്കപ്പാണ് വരുന്നത്. അതായത് ഫ്രണ്ടിലും ബാക്കിലും സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ തന്നെ കമേഴ്ഷ്യൽ വേർഷൻ ചിലപ്പം സിംഗിൾ ക്യാബ് ആയിട്ടായിരിക്കും അവർ കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഡ്രൈവറും കോ ഡ്രൈവറും മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഈ വണ്ടി ഏതായാലും അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് സൈഡ് ബാക്ക് എല്ലാ ഇമേജും കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന ടീസറിൽ വെച്ചിട്ടുള്ള ഇമേജസ് നോക്കാം. സോ ഇവിടെയും DRLസിൻ്റെ ഡിസൈൻ അവർ ഓൾമോസ്റ്റ് മറ്റേ കോൺസെപ്റ്റിൽ കാണിച്ച പോലെ തന്നെയാണ്. നമുക്ക് സ്കോർപ്പിയോ എന്നിൽ കിട്ടുന്ന പോലെയല്ല, കുറച്ചുകൊണ്ടൊരു C ഷേപ്പ് ആയിട്ടില്ല, എന്നാലും ഒരു L ഷേപ്പ് പോലത്തെ DRLs ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റിംഗ് സെറ്റപ്പ് ഉള്ള പിന്നെ മഹീന്ദ്രയുടെ പുതിയ ലോഗോ നമുക്ക് കാണാം. നമ്മുടെ ഗ്രില്ലും സാധനങ്ങളെല്ലാം മറ്റേതിൻ്റെ അത്രയും ഒരു ഓഫ് റോഡി ഭയങ്കര റഗഡ് ലുക്ക് ഇല്ലെങ്കിലും സ്റ്റിൽ അത്യാവശ്യം നല്ല റഗഡ് ലുക്കിൽ തന്നെയാണ് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ വരുന്നത്. പിന്നെ റൂഫ് റാക്ക് ഇല്ല, അതിന് വരെ നമുക്ക് റൂഫ് റെയിൽസ് മാത്രമേ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ സൈഡ് ഡിസൈൻ ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് 18 ഇഞ്ച് വരെ അലോയ്സിൻ്റെ സൈസ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അഗൈൻ ഈ ഒരു ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. മറ്റേ സൈഡിലത്തെയും അതുപോലെ ബാക്കിലത്തെയും എക്സ്ട്രാ കമ്പികളും സാധനങ്ങളും ആ ഒരു എസ്തെറ്റിക്സ് കൂട്ടാനുള്ളതൊന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല എന്നുള്ളൂ. കാരണം ഇത് നമ്മുടെ ഏകദേശം, അതായത് ഞാൻ പറയും, ഈ വണ്ടി പ്രൊഡക്ഷൻ സ്പെക്ക് വേർഷൻ ആയിരിക്കും അവർ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു അൺവെയിൽ രൂപത്തിൽ മാത്രമായിരിക്കും ഇപ്പോൾ കാണിക്കുന്നത് എന്ന് മാത്രം. ഇതിൻ്റെ ഒഫീഷ്യൽ സെയിൽ തുടങ്ങുന്നതെല്ലാം ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ഒരു മഹീന്ദ്രയുടെ ടിപ്പിക്കൽ ഫാഷൻ ഉണ്ടല്ലോ, അവർ ഓഗസ്റ്റ് 14-15 സമയങ്ങളിൽ മിക്കവാറും എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പുതിയത് കാണിക്കാറുള്ളതാണ്. അത് ഈ വണ്ടി മാത്രമല്ല, അത് എല്ലാ കൊല്ലം കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ്. നമുക്ക് 2021 XUV700 വന്നു, 2022 സ്കോർപ്പിയോ വന്നു, അതിനുശേഷം പിന്നെ താർ റോക്സ് വന്നു. പിന്നെ അവർ ചെറിയ ചെറിയ ലോഞ്ചസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഒന്നേ കോൺസെപ്റ്റ് വണ്ടികൾ കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി അൺവെയിൽ ചെയ്യും, അങ്ങനെയൊക്കെ. ഇതിൻ്റെ റിയർ ആണെങ്കിലും നമുക്ക് യൂഷ്വലി പിക്കപ്പ് ട്രക്കിൻ്റെ എല്ലാം റിയർ വളരെ സിമ്പിൾ ആയിരിക്കും. അതായത് ഒരുപാട് സാധനങ്ങളൊന്നും അതിനകത്ത് കൊടുക്കാനില്ല. നമുക്കൊരു C ഷേപ്പ് ടെയിൽ ലാംപ്സ് കിട്ടുന്നുണ്ട്, മഹീന്ദ്ര എന്ന് പറഞ്ഞ വലിയൊരു റൈറ്റപ്പ് കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഭയങ്കര ഓവറായിട്ടൊന്നുമില്ല. ഇനി ഇൻറ്റീരിയർ, ഇതാണ് നമ്മൾ കാണേണ്ട സംഭവം. ഇവർ TC ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ ആണ് കേട്ടോ, അല്ലാതെ ഇത് റെൻഡേഴ്സും കാര്യങ്ങളൊന്നും അല്ല. സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മഹീന്ദ്രയുടെ പുതിയ സ്റ്റിയറിംഗ് വീല് കാണാം. ഇത് ചിലപ്പം അവർ സ്കോർപ്പിയോ എന്നിൽ ലേറ്റർ സ്റ്റേജിൽ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. അവർക്കിപ്പം നിലവിലുള്ള സ്റ്റിയറിംഗ് വീലല്ല, അതായത് നമ്മൾ 7XO കണ്ട പോലെ അത്രയും ഒരു ടോയ് പോലത്തെ അല്ലെങ്കിൽ 2 സ്പോക്ക് വീലൊന്നും കൊടുത്തിട്ടില്ല. അതിന് പകരം ഒരു പ്രോപ്പർ 3 സ്പോക്ക് വീല് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫിസിക്കൽ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്, ടച്ച് പേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല. സോ ഈ വീൽ ഏതായാലും ഡിസൈൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്റ്റാൾ ഉണ്ട്, അതിൻ്റെ UI കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ വരുന്നതിലും. പിന്നെ നമ്മുടെ ഇൻഫോടൈം സിസ്റ്റം നിങ്ങൾക്ക് കാണാം, നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇൻഫോടൈം സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ അടുത്ത് വന്ന ലേറ്റസ്റ്റ് ഫോർഡ് എവറസ്റ്റിലും അതുപോലെ പുതിയ റേഞ്ചറിലും ഒക്കെ ഇങ്ങനത്തെ ഒരു അലൈൻമെൻ്റ് ആയിരുന്നു ഇൻഫോടൈം സിസ്റ്റം ഉണ്ടായിരുന്നത്. അത് ഇത്രയും സൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തേക്ക് വരുമ്പോഴേക്കും AC കൺട്രോൾസ് ഒക്കെ തന്നെയാണ് അവിടെ കിട്ടുന്നത്. പിന്നെ ഡ്യുവൽ സോൺ AC അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ AC വെൻസ് ആണെങ്കിലും നമുക്ക് ആ ഇൻഫോടൈം സിസ്റ്റത്തിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ അടുത്ത് സ്കോർപ്പിയോ എന്നിൽ ചെറിയൊരു അപ്ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻ സൈസ് 12.3 ഇഞ്ച് ആക്കി, എന്നിട്ട് AC വെൻസ് അതിന് താഴത്തേക്ക് തട്ടി. പക്ഷേ ഈ വണ്ടിയുടെ സെൻറ്റർ കൺസോൾ ഡിസൈൻ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഡാഷ്ബോർഡ് ലേഔട്ട് അവർ സ്കോർപ്പിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈവൻ ആ സെൻറ്റർ കൺസോൾ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അതും കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് ഉണ്ട്. നമുക്കൊരു സിൽവർ ഫിനിഷുള്ള നോബും അതുപോലെ ഗിയർ നോബൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പ്രീമിയമാണ്.
ഏതായാലും ഒരു കാര്യമുള്ളത് അവർ ഇപ്പോൾ ടീസ് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ ഇതാണെങ്കിലും ഇതിന് മുന്നേ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇൻറ്റീരിയർ പഴയ സ്കോർപ്പിയോൻ്റെ ഇൻറ്റീരിയേഴ്സ് തന്നെയായിരുന്നു. അതായത് അതിൻ്റെ അപ്ഡേറ്റഡ് ഇൻറ്റീരിയേഴ്സ് വെച്ചിട്ടായിരുന്നു അവർ വേണ്ടി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഇത് കുറച്ച് താഴ്ന്ന വേരിയൻസും മറ്റേത് ഇച്ചിരി ഉയർന്ന വേരിയൻസും ആയിരിക്കും. പക്ഷേ അങ്ങനെ കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ സ്ക്രീനിൻ്റെ ലേഔട്ട് എല്ലാ സാധനങ്ങളും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി മാത്രം വ്യത്യാസം വരുത്തുക എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് പിന്നീട് വരുത്തേണ്ടതായിട്ട് വരും. എന്തായാലും അത് നമുക്ക് കണ്ടറിയാം എങ്ങനെയാവും എന്നുള്ളത്. ഈ ഇൻറ്റീരിയർ ഇനിയിപ്പോൾ വരാൻ ചാൻസ് ഇല്ല. അവർ ഓൾറെഡി അവർ മറ്റേത് ടീസ് ചെയ്തല്ലോ. ഒരു കാര്യം നമുക്ക് ഏതായാലും മെയിനായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് ഹൈലക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സാണ്. സംഭവം ശരിയാണ്, ഹൈലക്സ് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. പണ്ട് മുതൽ ഒരു ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ട്രക്കായിരുന്നു. എവിടെ വേണേലും പോയിട്ട് തിരിച്ചു വരാം, എങ്ങനെ വേണേലും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, വണ്ടി ചാവില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ടാഗ് ലൈൻ. ഈ വണ്ടി അത്ര ഒന്നും ഇൻഡിസ്ട്രക്റ്റബിൾ അല്ല എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ വിൽക്കുന്നത് അത് നമുക്ക് ZX വേരിയൻറ്റ് പോലെയല്ല അവർ തരുന്നത്, VX മാത്രമേ വരെ തരുന്നുള്ളൂ. അതുകൊണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു 10-40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഓൺ റോഡ് പ്രൈസ് കൊടുത്തൊരു വണ്ടി വാങ്ങുമ്പോൾ കുറച്ചൊക്കെ ബേസിക് ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. അതും പുറത്ത് വരുന്നതിൻ്റെ കുറച്ചും കൂടെ കുറച്ചധികം പ്രൈസ് കൂട്ടിയിട്ടാണ് അവരിവിടെ വിൽക്കുന്നത്. അങ്ങനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ വണ്ടി പക്ഷേ ഇന്ത്യയിൽ തന്നെ മാക്സിമം പ്രൊഡക്ഷനും അതുപോലെ ലോക്കലൈസേഷനും കാര്യങ്ങളെല്ലാം ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ, അഫോർഡബിൾ എന്ന് പറയുമ്പം ഈ 10 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ആ റേഞ്ചിൽ നിന്ന് കിട്ടുന്ന വിചാരിക്കരുത്. എന്നാലും സ്റ്റാർട്ടിംഗ് പ്രൈസ് മഹീന്ദ്രയുടെ ഒരു ടിപ്പിക്കൽ ഫാഷനിലെ 12 അല്ലെങ്കിൽ 13 ലാക്സ് വരെ വെക്കുമായിരിക്കും. ഓൺ റോഡ് നമുക്കൊരു 15-16 ലക്ഷം രൂപയ്ക്കുള്ളിൽ അത് കിട്ടി തുടങ്ങുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ടോപ്പ് എൻ്റെ ഒരു 30 ലക്ഷം രൂപയൊക്കെ വന്നാൽ പോലും വലിയ കുഴപ്പമില്ല. കാരണം അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റും കിറ്റും കാര്യങ്ങളെല്ലാം അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ 4x4 ഡെഫിനറ്റ്ലി മഹീന്ദ്രയുടെ എല്ലാ വണ്ടികളും അവർ ഇറക്കുന്നുണ്ട്, ഈ ലാഡ ഫ്രെയിം ഷാസിയിൽ വരുന്നത്. അതുകൊണ്ട് ഈ വണ്ടിയിലും അതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ നമുക്കിപ്പം അറിയാവുന്ന സെയിം സംഭവമായിരിക്കും. അതായത് 2 ലിറ്റർ എംസ്റ്റൈലൻ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും, 2.2 ലിറ്റർ എംഹോക്ക് ഡീസൽ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് അവർ ഏത് വണ്ടി വന്നാലും ചിലപ്പോൾ ഒരു വണ്ടിയിൽ തന്നെ 2 പവർ ഫിഗേഴ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് നോക്കണ്ട, അത് അവർ എന്തെങ്കിലുമൊക്കെ ട്യൂണിങ്ങിൽ കൊടുക്കുമായിരിക്കും. ഒരു 150 മുതൽ 200 എവിടെയെങ്കിലുമൊക്കെ ഈ വണ്ടിക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസിനും കൂടെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പവർ വന്നോളും. എന്തായാലും പവറിൽ കുറവൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പുറത്തേക്കും കൂടെ കൊടുക്കാൻ പോകുന്ന ഒരു പിക്കപ്പ് ട്രക്കാണ്. ഗ്ലോബൽ പിക്കപ്പ് എന്നാണല്ലോ അവരിതിന് ആദ്യം തന്നെ പേരിട്ടത്. അതുകൊണ്ട് ഇവിടേക്ക് മാത്രം ലിമിറ്റഡ് ആയിരിക്കില്ല. ഇവിടെ ഇനിയിപ്പം ഹൈലക്സിൻ്റെ ഒക്കെ സെയിൽസ് ഈ വണ്ടിക്ക്, ഹൈലക്സിൻ്റെ സെയിൽസ് അല്ല മൊത്തത്തിലുള്ള ഒരു പിക്കപ്പ് കൾച്ചർ ഈ വണ്ടിക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. പൊതുവേ ഇവിടെ പിക്കപ്സ് അത്ര പോപ്പുലർ അല്ലല്ലോ. ഇപ്പോൾ മഹീന്ദ്ര തന്നെ പണ്ട് ഗെറ്റവേ ഇറക്കി അത്ര സക്സസ്ഫുൾ ആവാതെ പോയതുകൊണ്ടാണ് പിന്നീട് അവരങ്ങനെ ഇവിടേക്ക് പിക്കപ്പ് ഒന്നും തരാതിരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ജനറേഷൻ സ്കോർപ്പിയോയുടെ പിക്കപ്പ് അവർ ഓസ്ട്രേലിയൻ സൗത്ത് ആഫ്രിക്കയിലൊക്കെ വിറ്റിട്ടുണ്ട്. അവിടെ അത്യാവശ്യം പോപ്പുലറുമാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ കുറച്ചെങ്കിലും പിക്കപ്പ് ട്രക്കുകൾ വാങ്ങാൻ തുടങ്ങി നമ്മൾ ഹൈലക്സ് ഇറങ്ങിയപ്പോഴാണ്. അപ്പോഴാണ് ആൾക്കാർ പിക്കപ്പുകൾ വലിയ കുഴപ്പമില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് നോക്കാൻ തുടങ്ങിയത്. കാരണം ഡിമാക്സ് കുറച്ചധികം ബേസിക് ആയിരുന്നു, പിന്നെ ഓട്ടോമാറ്റിക് ഒന്നുമില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ വണ്ടി വലിയ കുഴപ്പമില്ല. ഇനിയിപ്പം മഹീന്ദ്ര ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്, അവരിങ്ങനെ പുതിയ വണ്ടികൾ ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ ഭയങ്കര പോപ്പുലർ ആവാറുണ്ട്, ഒരുപാട് ബുക്കിങ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അങ്ങനത്തെ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി കമ്പനികളും ചിലപ്പോൾ പിക്കപ്സിൻ്റെ കാര്യം കുറച്ചും കൂടി സ്ട്രോങ് ആക്കുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ മറക്കണ്ട. ഇപ്പോൾ പ്രത്യേകിച്ച് സെയിലൊക്കെ നടക്കുകയാണല്ലോ, അപ്പോൾ അത് നോക്കിയേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.